ബലരാമൻ്റെ അപ്രതീക്ഷിതമായ ചതി ആരും തന്നെ പ്രതീക്ഷിച്ചതായിരുന്നില്ല. ഇങ്ങനെയൊക്കെ ബലരാമൻ ചെയ്യും എന്ന് വിചാരിക്കാത്തതിനെ തുടർന്ന് കൃഷ് ഒടുവിൽ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബലരാമനെ. മാത്രവുമല്ല, കൃഷ് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. ഏട്ടാ, കുറച്ച് കാര്യങ്ങൾ ഏട്ടനോട് സംസാരിക്കാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. എനിക്ക് നിന്നോടൊന്നും തന്നെ സംസാരിക്കണമെന്നില്ല. അങ്ങനെയല്ല ഏട്ടാ, ചേട്ടൻ എന്നോടുള്ള വാശിക്കാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ അച്ഛനും അമ്മയ്ക്കുമല്ലേ വിഷമമുണ്ടാകുന്നത്? അത് ശരിയാണ് എന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? അതാണ് എനിക്കിപ്പോൾ ഏട്ടനോട് ചോദിക്കാനുള്ളത്. എന്തിനാ ഞാൻ അവരുടെ കാര്യമെല്ലാം ആലോചിക്കുന്നത്? അവർക്ക് വേണ്ടത് നിന്നെയും കൺമണിയെയുമാണ്. അതിപ്പോൾ അവർക്ക് കിട്ടുന്നുണ്ടല്ലോ. പിന്നെ എന്താണ് പ്രശ്നം? ഞാൻ അവിടെ അപ്പോഴും ഇപ്പോഴും ബാധ്യതയാണ്. അവർ ഒരിക്കലും എന്നെ കൺസിഡർ ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു വീട്ടിൽ നിൽക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു തരുന്നു. നിങ്ങൾ എല്ലാവരും സന്തോഷമായി ജീവിക്കേ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ഹാപ്പിയായി ജീവിച്ചാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. ഞാനായിട്ട് ഇനി ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാക്കുകയില്ല. അതുമാത്രമേ എനിക്കിപ്പോൾ ഉറപ്പ് നൽകാൻ സാധിക്കുകയുള്ളൂ. ചേട്ടൻ ഇങ്ങനെ വാശി പിടിക്കരുത്. ചേട്ടൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാകുന്നത് നമ്മുടെ അച്ഛനും അമ്മയ്ക്കുമാണ്. ആ കാര്യം ചേട്ടനും അറിയാമല്ലോ. പിന്നെ എന്തിനാണ് ഏട്ടാ ഇങ്ങനെയൊക്കെ വാശി കാണിക്കുന്നത്? ഇത് വാശിയൊന്നുമല്ല. ഞാൻ കാര്യങ്ങൾ നിന്നോട് പറഞ്ഞില്ലെന്ന് വേണ്ട. ഇതെൻ്റെ തീരുമാനമാണ്. അച്ഛനും അമ്മയും അവരുടെ തീരുമാനമെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് എൻ്റെ തീരുമാനം എടുക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ തീരുമാനം എടുത്തു. അതിലിപ്പോൾ എന്ത് തെറ്റാനുള്ളത്? നിനക്ക് നിൻ്റേതായ തീരുമാനമുണ്ട്, അത് നീ എടുക്കും. ഞാനതിൽ വല്ലതും പറഞ്ഞു? ഇല്ലല്ലോ. പിന്നെ എന്താണ് പ്രശ്നം? കൃഷ്, നീ വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയല്ല ഏട്ടാ, ഏട്ടൻ ഇപ്പോൾ ഈ കാണിക്കുന്നതെല്ലാം ഒരു വാശിയുടെ പുറത്താണ്. പക്ഷേ ആ വാശി കാണിക്കുന്നത് നമ്മളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്താണ് എന്നുള്ള കാര്യം ചേട്ടൻ മറക്കരുത്. അതാണ് എനിക്ക് ചേട്ടനെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഏട്ടാ, നമ്മുടെ അല്ലേ അച്ഛനും അമ്മയും? അവരോട് ഈ വാശി കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മുടെ അച്ഛനും അമ്മയെയും വേദനിപ്പിക്കുന്നതിന് വേണ്ടി ചേട്ടൻ കൂട്ടുപിടിക്കുന്നതാരെയാ? ആ ജയമോഹനെയും അതുപോലെ തന്നെ എല്ലാവരെയും ചതിക്കുന്ന മാനസയെയും. ഞാൻ അവരെ കൂട്ടുപിടിച്ചിട്ടൊന്നുമില്ല. നിങ്ങളെല്ലാവരും എന്നെ തള്ളി പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറായവരാണ് അവർ. അത്രമാത്രം, അല്ലാതെ ഒന്നുമല്ല. ചേട്ടനിങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും സത്യങ്ങൾ മാറില്ലല്ലോ ചേട്ടാ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ അവർ ചേട്ടനെ കൂടെ നിർത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് എതിരെ കളിക്കുന്നതിന് വേണ്ടിയാണ്. ആ കാര്യം ചേട്ടനും നന്നായി അറിയാം. ഇതൊക്കെ അറിഞ്ഞിട്ടും ചേട്ടൻ അവരുടെ കൂടെ നിൽക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് വിഷമമുണ്ടാകുന്നത്. ഞാൻ അവരുടെ കൂടെ നിന്നത് എനിക്കൊരു ആപത്ത് വന്നപ്പോൾ എന്നെ സഹായിച്ചതുകൊണ്ടാണ്. അത് ഇപ്പോഴല്ല,
പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. നിങ്ങൾ ഈ പറയുന്ന ജയമോഹനും മാനസയും എന്നെ സഹായിച്ചു. എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും അതിന് തയ്യാറായില്ല. എന്തിന് നീ പോലും? അതല്ലേ സത്യാവസ്ഥ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയ് കൃഷ്. എനിക്കും അറിയാമല്ലോ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന്. എടാ, ഇവിടെ തെറ്റും ശരിയും ഒന്നുമില്ല. സത്യം പറയുകയാണ് എങ്കിൽ ഏട്ടനെ അവർ ബുദ്ധിപൂർവം ഉപയോഗിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങൾക്ക് അവർ ഏട്ടനെ ഞങ്ങൾക്ക് നേരെ നിർത്തും. എന്നിട്ട് അവരുടെ തന്ത്രങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും. എൻ്റെ കൃഷേ, അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ തെറ്റിദ്ധാരണകളാണ്. അവർ അത്ര വലിയ ദുഷ്ടന്മാരൊന്നുമല്ല. എനിക്ക് താമസിക്കുന്നതിനായി ഒരു വീട് തന്നു. അവരുടെ കൂടെ നിർത്തി ഭക്ഷണം നൽകുന്നുണ്ട്. ഇത്രയൊക്കെ ചെയ്താൽ പോരെ? ഞാൻ ഒറ്റപ്പെട്ടപ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറായത് അവർ മാത്രമാണ്. ചേട്ടാ, അങ്ങനെയല്ല കാര്യങ്ങൾ. അത് ചേട്ടൻ മനസ്സിലാക്കണം. ചേട്ടനെ ആരും ഒറ്റപ്പെടുത്തിയിട്ടില്ല. ഇതെല്ലാം ചേട്ടൻ്റെ വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണ്. ഞങ്ങളെല്ലാവരും ഏട്ടൻ്റെ കൂടെ തന്നെയുണ്ട്. അതാണ് ഏട്ടൻ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഏട്ടനെ ആരാണ് ഒറ്റപ്പെടുത്തുന്നത്? ഒരിക്കലുമില്ല ഏട്ടാ. സത്യം പറയുകയാണ് എങ്കിൽ അച്ഛനും അമ്മയും ഏട്ടൻ പോയതിൽ പിന്നെ വളരെയധികം വിഷമത്തിലാണ്. ഞാൻ പോയതിൽ പിന്നെയോ? ഒരിക്കലുമില്ല. നീ അവരുടെ അടുത്തേക്ക് മടങ്ങി ചെന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അവർ ഒരിക്കലും എന്നെ മകനായി കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ചാനലിൽ ഓണം അനുബന്ധിച്ച് ഒരു കോൺടെസ്റ്റ് നടത്തുന്നുണ്ട്. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകും. ഈ കോൺടെസ്റ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഫസ്റ്റ് കണ്ടീഷൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. രണ്ടാമത്, വീഡിയോ ലൈക്ക് ചെയ്തിരിക്കണം. മൂന്നാമത്, കമൻറ്റ് ബോക്സിൽ ഹാപ്പി ഓണം എന്ന് കമൻറ്റ് ചെയ്യണം. ഈ മൂന്നും ചെയ്തു കഴിഞ്ഞാൽ വിജയികളെ ഓണത്തിന് ശേഷം പ്രഖ്യാപിക്കുന്നതായിരിക്കും. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ധൈര്യമായി പങ്കെടുക്കുക. ബലരാമൻ്റെ തീരുമാനം കേട്ടതിനെ തുടർന്ന് എത്രയൊക്കെ പറഞ്ഞിട്ടും ബലരാമൻ അംഗീകരിക്കാൻ തയ്യാറാകാതെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന സത്യം വേദനയോടെ കൃഷ് മനസ്സിലാക്കുകയാണ്. ഏട്ടനോട് ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന അവൻ നിരാശയോടെ നിൽക്കുമ്പോൾ, കൃഷ്, നിന്നെയാണ് വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടത്, അല്ലാതെ എന്നെയല്ല, കൃപയ്ക്ക് പോലും. അതുകൊണ്ട് നീ വീട്ടിലേക്ക് തിരികെ പൊക്കോളൂ. ഞാനില്ലടാ, അത് ഞാനെടുത്ത തീരുമാനം തന്നെയാണ്. ഇനി അത് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് ബലരാമൻ പോയതോടെ കൃഷാകെ തകർന്നു പോകുന്നു. ഇതേ തുടർന്ന് കൺമണിയെ ചെന്ന് കാണുകയാണ് കൃഷ്. കൺമണി, കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല പോകുന്നത്. ബലരാമേട്ടൻ ഇപ്പോൾ ആ മാനസയുടെ ചതിയിൽ വീണിരിക്കുകയാണ്. അവർ ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ എനിക്കും മനസ്സിലായി, ബലരാമനെ നമുക്ക് നേരെ ഉപയോഗിക്കും. അതുതന്നെയായിരിക്കും അവരുടെ പ്ലാൻ, അല്ലേ? അതെ, അതിലിപ്പോൾ സംശയമുണ്ടോ? ബലരാമൻ ചേട്ടൻ അവരുടെ കൂടെ താമസിക്കുന്നതും നടക്കുന്നതുമൊന്നും അത്ര നല്ലതിനല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി എന്തു പറയാനാ? ഞാൻ ഏട്ടനെ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷേ ഏട്ടൻ ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമെന്ന് എനിക്ക് മനസ്സിലാകുന്നുമില്ല. ആകെ കാര്യങ്ങൾ കൈവിട്ട പോലെയാണ്.
കൃഷ് സാറ് തളരല്ലേ. ഈ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എല്ലാം ഒരിക്കൽ മാറും. ബലരാമൻ കൃഷ് സാറിൻ്റെ മനസ്സിലാക്കുക തന്നെ ചെയ്യും. ആരും ബലരാമൻ ചേട്ടനെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഇത് കേട്ടതിനെ തുടർന്ന്, അറിയില്ല കൺമണി, അതൊക്കെ ഒരുപാട് വൈകി പോകാൻ സാധ്യതയുണ്ട്. ഒരുപാട് വൈകിയതിന് ശേഷം കാര്യങ്ങൾ നടന്നിട്ട് എന്ത് കാര്യമാണ് ഉള്ളത്? എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയാൽ എല്ലാം ശരിയാകുമെന്ന്. വളരെ ബുദ്ധിമുട്ടാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയയും ഇല്ലാതെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എങ്ങനെ ഇനി വീട്ടിൽ ഈ കാര്യം അവതരിപ്പിക്കും? അച്ഛനും അമ്മയും ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ തകർന്നു പോകുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ബലരാമൻ ചേട്ടൻ്റെ തീരുമാനം ബലരാമൻ ചേട്ടൻ മാറ്റാനും സാധ്യതയില്ല. പ്രശ്നം രൂക്ഷമാവുകയാണ്. കൺമണി, എനിക്കൊരു പോംവഴി പറഞ്ഞു തരാൻ പറ്റുമോ? കൃഷ് സാർ ഇപ്പോൾ ധൈര്യമായിരിക്കെ. അതുമാത്രമാണ് നമുക്കിപ്പോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം വഴിയെ നമുക്ക് ചെയ്യാമെന്നേ. പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ കൃഷ് സാറേ കൂടെ? കൃഷ് സാർ ഒറ്റയ്ക്കൊന്നുമല്ല. ആ ഒരു വിശ്വാസം കൃഷ് സാറിന് ഉണ്ടായാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാം കൃഷ് സാറേ. ധൈര്യമായി ഇരിക്കെ. ഇത് കേട്ടതോടെ കൃഷിന് ചെറിയൊരു ആശ്വാസം ഉണ്ടായിരിക്കുകയാണ്. പക്ഷേ ഇതേ സമയം മാനസ ജയമോഹനെ ചെന്ന് കാണുകയാണ്. അല്ല, അടുത്തത് എങ്ങനെയാണ് പ്ലാൻ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത്? എന്തായാലും ഇപ്പോൾ നമ്മുടെ വഴിയിലേക്ക് എടുത്തുചാടി എത്തിയിരിക്കുകയാണ് ബലരാമൻ. അപ്പോൾ പിന്നെ നമ്മൾ ഈ അവസരം മുതലാക്കുകയല്ലേ വേണ്ടത്? അത് പിന്നെ ചോദിക്കാനുണ്ടോ മോളെ? ഈ അവസരം നമ്മൾ പൂർണ്ണമായും മുതലെടുക്കണം. അതിൽ ഒരു മാറ്റവുമില്ല. കൃത്യമായ പ്ലാനിങ്ങുകൾ നടപ്പിലാക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. തൽക്കാലത്തേക്ക് ബലരാമനെ നമ്മൾ സ്നേഹിക്കണം. അതിനുശേഷം നല്ലൊരു അവസരം വരുമ്പോൾ വേണം തിരിച്ചടിക്കാൻ. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം സ്മൂത്തായി മുന്നിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. നീ ധൈര്യമായിരിക്കെ. ഇനി കൃഷിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. അവൻ എന്താണ് അടുത്തത് ചെയ്യുക എന്ന് നീ അന്വേഷിച്ച് കണ്ടെത്തണം. മനസ്സിലായല്ലോ? നമ്മുടെ ഭാഗത്ത് നിന്ന് പദ്ധതികൾ പാടാതെ ഇരിക്കാൻ നീയാണ് ശ്രദ്ധിക്കേണ്ടത്. അതിനെന്താച്ചാ, കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാം. ആ കാര്യത്തിൽ ഒരു പ്രശ്നവും ഇല്ല. ഇതും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന അവൾ ഓഫീസിലേക്ക് പോകാൻ തീരുമാനമെടുക്കുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് കൺമണിയെ കാണാൻ ഇടയാകുന്നത്. ഇതോടെ കൺമണിയുടെ മുന്നിലേക്ക് കയറി വരുന്ന മാനസ. ആ, എന്താണ് കൺമണി ഇപ്പോൾ വിശേഷങ്ങളൊക്കെ? ഇത് കേൾക്കുന്ന കൺമണിക്ക് ദേഷ്യം വരികയാണ്. ഓ, വിശേഷങ്ങളെല്ലാം മാനസയ്ക്കല്ലേ? എല്ലാം ഞാൻ അറിയുന്നുണ്ട്. ഓ, നീ കാര്യങ്ങൾ അറിഞ്ഞു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ബലരാമനെ ഉപയോഗിച്ചുകൊണ്ടുള്ള തന്ത്രങ്ങളാണ് നീ ഇനി പ്ലാൻ ചെയ്യുക എന്നൊക്കെ എനിക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ നിന്റെ ചതികൾ പ്രതീക്ഷിച്ച് തന്നെയാണ് ഞങ്ങളും ഇരിക്കുന്നത്. ഹോ, അപ്പോൾ നിനക്ക് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ മനസ്സിലായി അല്ലേ? ആ, അതെ. മാനസയെയും മാനസയുടെ അച്ഛനെയും കുറച്ച് നാളായല്ലോ ഞങ്ങൾ കണ്ടു തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ ചെയ്യില്ല എന്നൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം.
അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിപ്പോൾ കാര്യങ്ങൾക്കായി കാത്തിരിക്കുന്നത്. പക്ഷേ മാനസ, ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞില്ലെന്ന് വേണ്ട. ബലരാമനെ ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ അത്ര നല്ലതിനായിരിക്കുകയില്ല. അത് ഞാനിപ്പോൾ ഉറപ്പിച്ചു പറയുകയാണ്. അല്ലാതെ നീ ഇപ്പോൾ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ അതിനുള്ള തിരിച്ചടി ഞങ്ങൾ നൽകും. എന്നാൽ ഞാനൊരു സത്യം പറയാം കൺമണി, ബലരാമനെ ഞങ്ങൾ നന്നായി നിങ്ങൾക്കെതിരെ ഉപയോഗിക്കും. ചേട്ടനെയും അനിയനെയും തമ്മിൽ തല്ലിക്കും. കണ്ടാൽ രണ്ടുപേരും തല്ലിക്കൊല്ലുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കും. ആ വീട് ഞങ്ങൾ തകർക്കുക തന്നെ ചെയ്യും. അത് തന്നെയാണ് ഉദ്ദേശം. മനസ്സിലായോ നിനക്ക്? നിനക്ക് അത് തടയാൻ എന്താണ് ചെയ്യാൻ സാധിക്കുക? അത് നീ ചെയ്ത് കാണിക്കേ. മനസ്സിലായോ? ഞങ്ങൾക്ക് ഒന്നും തന്നെ ഇതിൽ കൂടുതൽ പറയാനില്ല. ഇത് കേട്ടതോടെ ആകെ ഞെട്ടിപ്പോകുന്ന കൺമണി, നീ ഇതൊക്കെയാണ് പ്ലാൻ ചെയ്യുക എന്ന് ഞങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നീ ആ കാര്യം പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കാതെ. എന്തായാലും കാര്യങ്ങൾ ഞങ്ങൾ മാനേജ് ചെയ്യും. ബലരാമനെ ഉപയോഗിച്ചുകൊണ്ടുള്ള നിന്റെ ഒരു തന്ത്രവും നടക്കാൻ പോകുന്നില്ല. അതൊക്കെ ഞങ്ങൾ തകർത്തിരിക്കും. ഇത് കൺമണിയാ പറയുന്നത്. ക്രഷ് സാറിനെ രക്ഷിക്കുന്നതിന് വേണ്ടി എന്നും തന്നെ ഈ കൺമണി മുന്നിലുണ്ടാകും. ഇത് കേട്ടതിനെ തുടർന്ന് നീ എത്രത്തോളം ഇതൊക്കെ കാണിക്കുമെന്ന് എനിക്കും കാണണം കൺമണി. ഞാനും ഒരുങ്ങി തന്നെയാ. നമ്മുടെ യുദ്ധം ഇവിടെ തുടങ്ങുകയാണ്. ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. എന്തായാലും നമുക്കിനി നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് പോവുക എന്ന്. ഇതോടെ അവിടെ നിന്ന് മാനസ പോവുകയാണ്. മാനസയെ വെല്ലുവിളിച്ചുവെങ്കിലും കൺമണിയുടെ മനസ്സിൽ അപ്പോഴും സംശയങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കുകയായിരുന്നു. വിചാരിച്ചതുപോലെ എളുപ്പമല്ല കാര്യങ്ങൾ. വെല്ലുവിളിക്കാൻ എളുപ്പമാണ്, പക്ഷേ അത് നടപ്പിലാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ എങ്ങനെയാണ് ബലരാമനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുപോലും അറിയാതെയാണ് നിൽക്കുന്നത്. ആ ഒരു സമയത്ത് ബലരാമനെ കൺവിൻസ് ചെയ്തുകൊണ്ട് അവളെ തോൽപ്പിക്കും എന്ന് വെല്ലുവിളിച്ചത് തന്നെ വലിയ മണ്ടത്തരമാണ്. അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നത് തന്നെയാണ് സത്യം. പക്ഷേ എന്തു ചെയ്യാം, മറ്റു വഴികൾ തൻ്റെ മുന്നിലില്ലല്ലോ. അത് ഉറപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് കൺമണി. പക്ഷേ കൺമണിയുടെ വെല്ലുവിളി കേട്ട മാനസയാകട്ടെ, നല്ല കിടിലനൊരു തിരിച്ചടി അവൾക്ക് കൊടുക്കണം. അതിലൊരു മാറ്റവും ഇല്ല. അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യും എന്ന് മനസ്സിൽ ഉറപ്പിക്കുകയാണ്. ഇതേ സമയം സാഗറും സുജയും കൃപയും ബലരാമൻ്റെ പുതിയ തീരുമാനം അറിഞ്ഞതിനെ തുടർന്ന് തകർന്നു പോവുകയാണ്. അവനെ തിരികെ വിളിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ വലിയ മിസ്റ്റേക്കുകൾ ഉണ്ടാകും. അവൻ്റെ തെറ്റിദ്ധാരണകൾ നമ്മൾ തിരുത്തി കൊടുക്കുക തന്നെ വേണം, അല്ലാതെ ശരിയാവുകയില്ല. ഞാൻ പോയി ഏട്ടനോട് സംസാരിക്കാം അച്ഛാ എന്ന് പറഞ്ഞ് കൃപ മുന്നിലേക്ക് വരുമ്പോൾ, നീയല്ല ഞങ്ങളാണ് പോകേണ്ടത്. അവൻ്റെ തെറ്റിദ്ധാരണ മാറ്റാൻ ഞങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ഞങ്ങൾ തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് സുജയോട് തയ്യാറായി കൂടെ വരാൻ ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ സാഗർ. ഇത് കേട്ടതോടെ സുജയും അതിന് തയ്യാറായി വരുന്നു. അവർ ബലരാമൻ്റെ അടുത്തെത്തിയതോടെ ബലരാമൻ മുഖം തിരിക്കുകയാണ്.
സുജയ്ക്കും സാഗറിനും നേരെ. പക്ഷേ കാര്യങ്ങളങ്ങനെ വിട്ടുകളയാൻ സുജയും സാഗറും തയ്യാറാകുന്നില്ല. കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.